ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഒത്തിരി മാങ്ങ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ മാങ്ങ വെച്ചിട്ട് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മാങ്ങ ഉണ്ടല്ലോ, ഞാൻ വാങ്ങിയ മാങ്ങയാണ്. ഇവിടുത്തെ മാങ്ങയൊക്കെ കുറേ നാരൊക്കെ ഉള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് നാരില്ലാത്ത നല്ല മാങ്ങയാണ്. അപ്പോൾ ഞാൻ 3 മേടിച്ച് വെച്ചതാണ്. ഇത് വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മാങ്ങയാണ് കേട്ടോ, നല്ല മണമുണ്ട്, അതേപോലെ തന്നെ നല്ല കളറുമാണ്. ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ ഇത് മല്ലിക മാങ്ങാന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഏതായാലും ഞാൻ 3 മേടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറച്ച് നല്ല ഐസ്ക്രീം നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതേപോലെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല മാങ്ങ, നല്ല ഈ നാരൊന്നും ഇല്ലാത്ത നല്ല മാങ്ങ കണ്ടോ, നല്ല സൂപ്പർ മാങ്ങ, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഈ പ്രാവശ്യം ഒരുപാട് മാങ്ങയുണ്ട്, അതുകൊണ്ട് പലരും ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മാങ്ങയെല്ലാം ഞാനിതേപോലെ എടുത്ത് വെക്കുവാണ്. ഞങ്ങൾക്കും ഇവിടെ ഒരുപാട് മാങ്ങ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ബൗളിലേക്ക് ഞാൻ ഇത്രയും മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഇതെല്ലാം ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടൻസ് മിൽക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേശ്ശെ മതി കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാനൊരു 2 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചുമ്മാ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന പോലെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ. ഒത്തിരി ഒന്നും വെന്ത് പോകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് മാങ്ങ കഷ്ണത്തിലൊക്കെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്കൊരു വേറെ ബൗളിലേക്ക് നമുക്ക് മാറ്റി കോരി എടുത്ത് വെച്ചേക്കാം. അത് കണ്ടോ, ഇതിനകത്ത് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വെള്ളം കിനിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കോരി എടുത്ത് മാറ്റി വെക്കാം. അതേപോലെ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത മാങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്ന് നമ്മുടെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതും എടുത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഒത്തിരി സമയം അങ്ങ് വെന്തലിഞ്ഞ് പോകണ്ട കേട്ടോ, ചെറുതായിട്ട് മാത്രം ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് മാങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അധികമൊന്നുമില്ല, 1 കപ്പോളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് വിപ്പിംഗ് ക്രീമും കൂടെ ശരിയാക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാൻ ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീം ഒത്തിരി അങ്ങ് പതഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഞാനത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മാങ്ങയുടെ ബാറ്ററിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു വിസ്ക് വെച്ചെങ്ങാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതെല്ലാം ഒരേപോലെ കളർ വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ,
ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം. ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചോ ഒന്നും ചെയ്യണ്ട. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുകൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തണം കേട്ടോ. അങ്ങനെ ഇളക്കിയെടുത്ത് ഇങ്ങനെ ഇതേപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് മധുരമൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കാം. എന്തായാലും മാങ്ങായ്ക്ക് നല്ല മധുരമുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിക്കുമ്പം ഒരുവിധം നല്ല മധുരം ഉണ്ടാകും കേട്ടോ. വിപ്പിംഗ് ക്രീമിനും മധുരമുണ്ട്. അപ്പം ഞാനൊരു ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് ആവശ്യത്തിന് അത് നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്ത് ഇത് കണ്ടോ, കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാരക്കകത്ത് വരട്ടി വെച്ച മാങ്ങാ കഷ്ണങ്ങളില്ലേ, അത് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ പുറത്തും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്, നിറച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ ക്ലിം ഫിലിമില്ലേ, അത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നല്ല തിക്കായിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ. നമുക്കെല്ലാം കൂടെ ഒന്ന് മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേന് കുറച്ച് മാങ്ങയൊക്കെ ഇങ്ങനെ അടിയിലേക്ക് പോകും. എന്നിട്ട് വേണം നമുക്ക് ഈ ക്ലിങ് ഫിലിം വെച്ചിട്ട് ഒട്ടിക്കാൻ. അതാകുമ്പോൾ അങ്ങനെ ഒട്ടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലതായിട്ട് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ഇതിനു മുമ്പേ ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഒത്തിരി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മുറുക്കി ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ നമുക്ക് വെക്കണേ. എന്നാലേ ഇത് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ മാങ്ങ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ രീതിയിലാണോ നിങ്ങളുണ്ടാക്കുന്ന രീതി എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ലൊരു ഐസ്ക്രീമാണ്. അത് നന്നായിട്ട് അടച്ച് വെച്ച് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ച് 8 മണിക്കൂറിന് ശേഷം ഞാൻ ഐസ്ക്രീം ഒന്ന് പുറത്തെടുത്തു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കോരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ ബൗളിലേക്ക് ഇട്ടപ്പോൾ ഇങ്ങനെ ബോളായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ എങ്ങനെ ഇത് നോക്കിയിട്ടും ബോളായിട്ട് വന്നിട്ടില്ല, ഇങ്ങനെയാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഐസ്ക്രീം കഴിച്ചാൽ പോരെ. പക്ഷേങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ ബോളായിട്ട് കിട്ടണം കേട്ടോ. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും കിട്ടിയില്ല. ഏതായാലും ഞാനിത് ഇങ്ങനെ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഇത് കഴിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അതേപോലത്തെ നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്